ഹായ് നമസ്കാരം. ഓണസദ്യയിലും മറ്റും ഒരു വിഭവമായിട്ടുള്ള മോര് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തു. അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള 4 പച്ചമുളക് എടുത്തത്, പിന്നെ 4 കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നീട് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളവും തൈര്, ഞാൻ കട്ട തൈരാണ് എടുത്തത്. നാട്ടിൽ പുളിപ്പുള്ള തൈര് എടുത്താലും മതി. അപ്പോൾ കുറച്ച് തൈര്, കംപ്ലീറ്റ് തൈര് ഫസ്റ്റ് തന്നെ ചേർക്കേണ്ട. ആദ്യം കുറച്ച് തൈരിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം വേണം. ഫസ്റ്റ് റൗണ്ടിൽ വെള്ളം ചേർക്കണമെന്നില്ല, തൈര് മാത്രം മതി. ഇത് നല്ലപോലെ അരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്കി വരുന്ന തൈര് കൂടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ രണ്ടാമത് തൈര് ചേർക്കുമ്പോഴാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇനി നമുക്ക് ഇതുപോലൊരു മൺചട്ടി എടുത്ത് നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ തുടരെ ഇളക്കി ഇതൊന്ന് നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കാവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ അരപ്പൊന്ന് തിളച്ച് വരുന്നവരെ വേവിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ വെട്ടി തിളക്കരുത്. അന്നേരം ആ ഒരു തേങ്ങയുടെ കംപ്ലീറ്റ് പച്ച ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. അതുകൊണ്ട് ഒന്ന് തള വന്നാൽ ഓഫ് ചെയ്യാം. നമുക്കിതുപോലെ ഒരു പാൻ എടുക്കാം. എന്നിട്ട് അത് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കുഞ്ഞുള്ളി, ഒരു 3-4 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കണം നമ്മൾക്ക്. പിന്നെ ചുവന്ന മുളക് ഒരു കുഞ്ഞുള്ളി ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമുക്ക് കറിവേപ്പില അതുപോലെ ഞാൻ പറഞ്ഞ ചുവന്ന മുളകും ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ താളിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ മോര് കറിയുടെ ഒരു റെസിപ്പി എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഫുഡിക്ക്. അപ്പോൾ നമുക്ക് ഇത് ഓണസദ്യയുടെ കൂടെ അല്ലാണ്ട് നമ്മുടെ സാധാ ഡെയിലി ഒരു റെസിപ്പി ആയിട്ട് കറി ആയിട്ട് യൂസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.